ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രാൻസിസ് ടർബൈനിനെ പറ്റിയാണ്. ഫ്രാൻസിസ് ടർബൈൻ ഒരു റിയാക്ഷൻ ടർബൈനാണ്. അതായത് റിയാക്ഷൻ ടർബൈൻസിൻ്റെ കാറ്റഗറിയിൽ വരുന്ന ഒരു ടർബൈനാണ് ഫ്രാൻസിസ് ടർബൈൻ. ഈ കാണിച്ചിരിക്കുന്ന ഫോട്ടോ എന്ന് പറയുന്നത് സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ ഫോട്ടോയാണ്. അത് കാണിച്ചിരിക്കുന്നതിൻ്റെ കാര്യം എന്തെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഫ്രാൻസിസ് ടർബൈൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ, ബേസിക് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഈ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ വർക്കിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അതാണ് ഫ്രാൻസിസ് ടർബൈൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ. ഈ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ വർക്കിംഗ് എങ്ങനെയെന്ന് പറഞ്ഞാൽ, നമ്മുടെ സക്ഷൻ പൈപ്പ് വഴി വാട്ടറിൻ്റെ ഇൻലെറ്റ് എന്ന് പറയുന്നത്, അതായത് സക്ഷൻ പൈപ്പ് വഴി എത്തുന്ന വാട്ടർ നേരെ ഈ ഐ ഓഫ് ദി ഇമ്പല്ലർ എന്ന് പറയുന്ന ആ പാർട്ടിലൂടെ കയറുന്നു. എന്നിട്ട് ഇമ്പല്ലർ വളരെ ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. മോട്ടോർ ഉപയോഗിച്ച് ഇമ്പല്ലറിനെ വളരെ ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് എൻ്റർ ചെയ്യുന്ന വാട്ടർ സെൻട്രിഫ്യൂഗൽ ആക്ഷൻ കാരണം ഇമ്പല്ലറിൻ്റെ അകത്തു കൂടെ കയറി പുറത്തോട്ട് സ്പ്ലാഷ് ചെയ്യും, അതായത് പുറത്തോട്ട് തെറിക്കും. അപ്പോൾ അങ്ങനെ സെൻട്രിഫ്യൂഗൽ ആക്ഷൻ കാരണം പുറത്തേക്ക് വളരെ ഹൈ വെലോസിറ്റിയിലായിരിക്കും പുറത്തേക്ക് തെറിക്കുന്നത്. അങ്ങനെ പുറത്തേക്ക് സ്പ്ലാഷ് ചെയ്യുന്ന ഹൈ വെലോസിറ്റി സ്പ്ലാഷ് ചെയ്യുന്ന വാട്ടറിനെ ഈ കേസിങ്ങിൻ്റെ അകത്ത് അത് കളക്ട് ചെയ്ത്, ആ കേസിംഗ് എന്ന് പറയുന്നത് ഒരു ഇൻവല്യൂട്ട് ഷേപ്പിലാണ് ഇരിക്കുന്നത്. അത് കാരണം കേസിങ്ങിൻ്റെ അകത്തുകൂടെ മൂവ് ചെയ്യുമ്പോൾ ഈ ഹൈ വെലോസിറ്റി എന്നുള്ളത് ഹൈ പ്രഷറായിട്ട് കൺവേർട്ട് ചെയ്യുകയും ആ ഹൈ പ്രഷർ വാട്ടർ ഈ ഡെലിവറി സൈഡിൽ കൂടെ മുകളിലോട്ട് പമ്പ് ചെയ്ത് കയറുകയും ചെയ്യുന്നു. അപ്പോൾ ആ ഒരു വർക്കിംഗ് ആണ് സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അതേസമയം നമ്മുടെ ഫ്രാൻസിസ് ടർബൈൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ, അതിൽ വാട്ടർ എൻ്റർ ചെയ്യുന്നത് ഈ വഴിയായിരിക്കും. സെൻട്രിഫ്യൂഗൽ പമ്പിലെ ഡെലിവറി സൈഡ് എന്ന് പറഞ്ഞല്ലോ, ആ സൈഡിൽ കൂടെ ആയിരിക്കും ഈ ഫ്രാൻസിസ് ടർബൈൻ്റെ കേസിലെടുക്കുമ്പോൾ ഈ വാട്ടർ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഡെലിവറി സൈഡിൽ കൂടെ വാട്ടർ എൻ്റർ ചെയ്യുന്നു. അതിലും ഇങ്ങനെ ഒരു ഇൻവല്യൂട്ട് കേസിംഗ് ആണ് ഈ ഫ്രാൻസിസ് ടർബൈനിൽ ഉപയോഗിക്കുന്നത്. അതിനെ ഇൻവല്യൂട്ട് അല്ല, അതിനെ സ്പൈറൽ കേസിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ സ്പൈറൽ കേസിങ്ങിൽ ഈ പോർഷനിലായിരിക്കും വാട്ടർ എൻ്റർ ചെയ്യുന്നത്. ആ എൻ്റർ ചെയ്യുന്ന ആ സ്പൈറൽ കേസിങ്ങിലൂടെ അതിങ്ങനെ ചുറ്റി ഇങ്ങനെ വരുന്നത് അത് ഇമ്പല്ലർ എന്ന് പറയുന്ന കമ്പോണൻ്റ് അകത്തേക്ക് കയറും. അപ്പോൾ അങ്ങനെയാണ് ഈ ടർബൈൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോർഷനിലൂടെ വെള്ളം അകത്തേക്ക് കയറി ഈ സ്പൈറൽ കേസിങ്ങിലൂടെ ചുറ്റി അത് നേരെ ഇമ്പല്ലറിൻ്റെ അകത്തേക്ക് കയറും. ഈ ടർബൈനിൽ ഇമ്പല്ലർ എന്ന വേർഡ് ഉപയോഗിക്കത്തില്ല. അതിലെന്ന് പറയുന്നത് റണ്ണർ അല്ലെങ്കിൽ റോട്ടർ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഇമ്പല്ലർ എന്ന് പറയത്തില്ല, പകരം റണ്ണർ അല്ലെങ്കിൽ റോട്ടർ എന്ന് പറയും. അപ്പോൾ ഈ സ്പൈറൽ കേസിങ്ങിൻ്റെ അകത്തുകൂടെ കയറി ഈ റണ്ണർ അല്ലെങ്കിൽ റോട്ടർ എന്ന് പറയുന്ന ആ ഡിവൈസിൻ്റെ അകത്തേക്ക് കയറും. എന്നിട്ട് ആ കയറുന്ന വാട്ടർ, ഇവിടെ ഇപ്പം എൻ്റർ ചെയ്യുന്ന വാട്ടർ എന്ന് പറഞ്ഞാൽ വളരെ ഹൈ പ്രഷറിലുള്ള വാട്ടറാണ് ഇതുവഴി അകത്തേക്ക് കയറുന്നത്. ആ ഹൈ പ്രഷർ വാട്ടർ ഇതിൻ്റെ അകത്തുകൂടെ ഈ സ്പൈറൽ കേസിങ്ങിൻ്റെ അകത്തുകൂടെ കയറുമ്പോഴേക്കും ഹൈ പ്രഷർ എന്നുള്ളത് ഹൈ വെലോസിറ്റി ആയിട്ട് മാറും. അപ്പം അതിനുള്ള രീതിയിലാണ് ഈ കേസിങ്ങിൻ്റെ ഷേപ്പ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഹൈ പ്രഷർ വാട്ടർ ഇതിൻ്റെ അകത്തുകൂടെ എൻ്റർ ചെയ്ത് ഈ കേസിങ്ങിനെ ചുറ്റി ഇങ്ങനെ വരുമ്പോഴേക്കും ആ ഹൈ പ്രഷർ എന്നുള്ള ഹൈ വെലോസിറ്റി ആയിട്ട് മാറും. ഈ ഹൈ വെലോസിറ്റി വാട്ടർ ആയിരിക്കും ഈ റോട്ടർ അല്ലെങ്കിൽ റണ്ണർ എന്ന് പറയുന്ന ഡിവൈസിൻ്റെ അകത്തേക്ക് കയറുന്നത്, ആ കമ്പോണൻ്റ് അകത്തേക്ക് കയറുന്നത്. അങ്ങനെ അതിൻ്റെ അകത്തേക്ക് കയറി ഈ റോട്ടറിനെ അത് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കും. അത് എങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ വാട്ടറിൻ്റെ റിയാക്ഷൻ, ഈ ഹൈ വെലോസിറ്റി വാട്ടർ ഈ റോട്ടറിൻ്റെ മേലെ ഫ്ലോ ചെയ്യുമ്പോൾ അതിനുള്ള റിയാക്ഷൻ കാരണം വാട്ടറിൻ്റെ റിയാക്ഷൻ കാരണം ഈ റോട്ടർ അങ്ങ് റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ റോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നതാണ് നമുക്ക് കിട്ടുന്ന മെക്കാനിക്കൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ടർബൈൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ റോട്ടറി മോഷനാണ് നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ആ സംഭവമാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ഹൈ പ്രഷർ ഫ്ലൂയിഡ്, ഹൈ പ്രഷർ വാട്ടർ ഇതിൻ്റെ അകത്തേക്ക് കയറുന്നു, കേസിങ്ങിൻ്റെ അകത്തേക്ക് കയറുന്നു. ആ ഹൈ പ്രഷർ എന്നത് ഹൈ വെലോസിറ്റി ആയിട്ട് മാറും. സ്പൈറൽ കേസിങ്ങിലൂടെ അതിനെ ചുറ്റി അത് എൻ്റർ ചെയ്യുമ്പോഴേക്കും ഹൈ പ്രഷർ എന്നുള്ള ഹൈ വെലോസിറ്റി ആയിട്ട് മാറും. ഈ ഹൈ വെലോസിറ്റി വാട്ടർ ആയിരിക്കും റോട്ടറിൻ്റെ അകത്തേക്ക് കയറുന്നത്. ടർബൈനിൽ അതിന് ഇമ്പല്ലർ എന്ന് പറയത്തില്ല, റോട്ടർ എന്നായിരിക്കും പറയുന്നത്. അപ്പോൾ ആ റോട്ടറിൻ്റെ അകത്തേക്ക് കയറും. ആ റോട്ടറിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ ഹൈ വെലോസിറ്റിയിൽ വാട്ടർ റോട്ടറിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ അതിൻ്റെ റിയാക്ഷൻ മൂലം അത് റോട്ടറിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ റോട്ടറിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റോട്ടറിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നു. ആ റോട്ടറിനെ റൊട്ടേറ്റ് ചെയ്ത് എങ്ങനെ ആ റോട്ടർ റൊട്ടേഷനെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, മെക്കാനിക്കൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അങ്ങനെ റോട്ടറിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഈ വഴിയായിരിക്കും അത് പുറത്തേക്ക് പോകുന്നത്. സെൻട്രിഫ്യൂഗൽ പമ്പിൽ വെള്ളം ഈ വഴിയാണ് അകത്തേക്ക് കയറി, ഐ ഓഫ് ദി ഇമ്പല്ലർ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പോർഷനിലാണ് വെള്ളം എൻ്റർ ചെയ്തത്. പക്ഷേ ഇവിടെ ടർബൈൻ്റെ കേസിലാണെങ്കിൽ ഈ റോട്ടറിൻ്റെ അകത്തേക്ക് കയറി ഈ പോർഷനും കൂടെ പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ആക്ച്വലി ഫ്രാൻസിസ് ടർബൈൻ്റെ ബേസിക് വർക്കിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പറഞ്ഞു വരുമ്പോഴേക്കും സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഉള്ള ഡയറക്ഷനുള്ള വർക്കിംഗ് ആയിരിക്കും, സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനുള്ള വർക്കിംഗ് ആയിരിക്കും ഫ്രാൻസിസ് ടർബൈനിൽ വരുന്നത്. പക്ഷേ ഈ ഫ്രാൻസിസ് ടർബൈനിൽ ഇടയ്ക്ക് ഒരു കമ്പോണൻറ്റ് കൂടെ വരും. ഈ കേസിങ്ങും ഈ റോട്ടറിൻ്റെയും ഇടയിൽ ഒരു കമ്പോണൻറ്റ് കൂടെ വരും, ഗൈഡ് വെയിൻസ് എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റ് കൂടെ വരും. ഈ കേസിങ്ങിൽ നിന്ന് ഗൈഡ് വെയിൻസിലൂടെയാണ് അതിൻ്റെ അകത്തുള്ള റോട്ടറിലോട്ട് വാട്ടർ എത്തുന്നത്. അപ്പോൾ ഗൈഡ് വെയിൻസ് എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റ് എക്സ്ട്രാ ആയിട്ട് ഈ ഫ്രാൻസിസ് ടർബൈനിൽ വരും. ഈ ഗൈഡ് വെയിൻസിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന്, ഷേപ്പ് എന്താണെന്നൊക്കെ നമുക്ക് അടുത്ത ഇതിൽ കാണാം. ഇതിപ്പം സെൻട്രിഫ്യൂഗൽ പമ്പ്. അപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത്
ഈ ഫ്രാൻസിസ് ടർബൈൻ എന്ന സംഭവമാണ്. ഫ്രാൻസിസ് റിയാക്ഷൻ ടർബൈൻ, അതായത് റിയാക്ഷൻ ടർബൈൻ്റെ കാറ്റഗറിക്കകത്ത് വരുന്നതാണ് ഫ്രാൻസിസ് ടർബൈൻ എന്നുള്ളത്. അപ്പോൾ ഫ്രാൻസിസ് ടർബൈൻ്റെ വർക്കിംഗ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഈ കാണുന്നതാണ് ഒരു 3D ഇമേജ് എന്ന് പറയാം ഫ്രാൻസിസ് ടർബൈൻ്റെ. അതിൻ്റെ അകത്ത് ഏറ്റവും ഉള്ളിലിരിക്കുന്നതാണ് അതിൻ്റെ റോട്ടർ എന്ന് പറയുന്നത്. ഈ കാണുന്നത് ഇതാണ് റോട്ടർ എന്ന് പറയുന്നത്. നമ്മുടെ സെൻട്രിഫ്യൂഗൽ പമ്പിലായിരുന്നെങ്കിൽ അതിന് ഇമ്പല്ലർ എന്ന് പറഞ്ഞേരെ. പക്ഷേ ഇതിപ്പം ടർബൈൻ ആയതുകൊണ്ട് അതിനെ റണ്ണർ അല്ലെങ്കിൽ റോട്ടർ എന്നാണ് പറയുന്നത്. ഈ ഒരു ഷേപ്പിലായിരിക്കും ഇരിക്കുന്നത്. ഈ റോട്ടറിൻ്റെ അകത്തൂടെ ഈ സൈഡിൽ കൂടെയാണ് വെള്ളം അകത്തേക്ക് കയറി ഇതിൻ്റെ അകത്തുള്ള ഹോളിൽ കൂടെ പുറത്തോട്ട് ഇറങ്ങും. അതായത് ഇതിൻ്റെ അകത്തേക്ക് കയറി ഇതുവഴി പുറത്തോട്ട് ഇറങ്ങും. ഈ പോകുന്ന ഈ പാസേജിനാണ് ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന് പറയുന്നത്. അതായത് ഐ ഓഫ് ദ ഇമ്പല്ലർ വഴിയാണല്ലോ പുറത്തേക്ക് പോകുന്നത്. ഇവിടെ ഐ ഓഫ് ദ ഇമ്പല്ലർ എന്നൊന്നുമല്ല പറയുന്നത്. ആ പോർഷൻ, ആ മിഡിലുള്ള പോർഷനിൽ കൂടെയാണ് വാട്ടർ പുറത്തേക്ക് പോകുന്നത്. ആ പോർഷനിൽ ഈ ഒരു പാസേജ്, ഈ ഒരു ട്യൂബ് കൊണ്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ ട്യൂബിൻ്റെ അകത്ത് കൂടിയായിരിക്കും ഈ വെള്ളം ഈ റോട്ടറിൻ്റെ അകത്തൂടെ കയറി പുറത്തോട്ട് പോകുന്നത്. അപ്പോൾ ആ പോകുന്ന ആ ട്യൂബിനെയാണ് ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന് പറയുന്നത്. ഈ കാണുന്നത് സ്പൈറൽ കേസിംഗ്, നമ്മൾ പഠിച്ചു ഇൻവല്യൂഡ് കേസിംഗ് എന്ന് നമ്മൾ സെൻട്രിഫ്യൂഗൽ പമ്പിൽ പഠിച്ചു. ഇവിടെയാണെങ്കിൽ അതിനെ സ്പൈറൽ കേസിംഗ് എന്നാണ് പറയുന്നത്. ആ കേസിങ്ങിൻ്റെ ഷേപ്പ് സ്പൈറൽ ഫോമിലായിരിക്കും. സ്പൈറൽ കേസിംഗ് എന്ന് പറയും. ഈ സ്പൈറൽ കേസിങ്ങിൻ്റെയും റോട്ടറിൻ്റെയും ഇടയിലുള്ള ഒരു സെറ്റപ്പാണ്, അതിൻ്റെ ഇടയിലുള്ള ഒരു കമ്പോണൻ്റാണ് ഗൈഡ് വെയിൻസ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പീസസ് എന്ന് പറയുന്ന ആ ഒരു ഗൈഡ് വെയിൻസ് എന്ന് പറയുന്നത്. അത് സത്യം പറഞ്ഞാൽ കുറേ വെയിൻസ് അല്ലെങ്കിൽ ബ്ലേഡ്സ്, ആ ബ്ലേഡ്സിനെ ഇങ്ങനെ സർക്കുലർ ഷേപ്പിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഈ റോട്ടറിന് ചുറ്റും ഒരു സർക്കുലർ ഷേപ്പിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ബ്ലേഡ്സ് ആണ് ഈ ഗൈഡ് വെയിൻസ് എന്ന് പറയുന്നത്. വെയിൻസ് അല്ലെങ്കിൽ ബ്ലേഡ്സ് എന്ന് പറയും. അപ്പോൾ ഇതെന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇത് റൊട്ടേറ്റ് ചെയ്യത്തില്ല. വെള്ളം ഈ വാട്ടർ ഇതിൻ്റെ അകത്തൂടെ ഫ്ലോ ചെയ്യുമ്പോൾ, ഇതിൻ്റെ പുറത്തൂടെ ഫ്ലോ ചെയ്യുമ്പോൾ അത് റൊട്ടേറ്റ് ചെയ്യത്തില്ല. കാരണം അതിൻ്റെ ബ്ലേഡ്സിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഫിക്സഡാണ്. ഈ ബ്ലേഡ്സ് എല്ലാം ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷേ ആ ബ്ലേഡ്സിൻ്റെ ആംഗിൾ നമുക്ക് ചേഞ്ച് ചെയ്യാനൊക്കും. അതായത് അതിനെ ടിൽറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ടിൽറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഈ ബ്ലേഡ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ടിൽറ്റ് ചെയ്ത് നമുക്ക് 2 കാര്യങ്ങൾ നമുക്ക് ചെയ്യാനൊക്കും. 2 ഫംഗ്ഷനാണ് ആക്ച്വലി ഈ ഗൈഡ് വെയിൻസിനുള്ളത്. ഒന്ന്, ഈ ബ്ലേഡ്സ് ടിൽറ്റ് ചെയ്ത് നമുക്ക് അതിൻ്റെ ക്വാണ്ടിറ്റി വാട്ടർ ഈ കേസിങ്ങിൽ നിന്ന് റോട്ടറിലോട്ട് എത്ര ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ എത്തണം എന്നുള്ളത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഈ ഗൈഡ് വെയിൻസ് എന്ന് പറയുന്ന ആ ചുറ്റും അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ ബ്ലേഡ്സിനെ നമുക്ക് ഓരോന്നിനെ നമുക്ക് സ്പെസിഫിക് ആംഗിളിൽ നമുക്ക് ടിൽറ്റ് ചെയ്യാൻ സാധിക്കും. എല്ലാത്തിനെയും കൂടെ ഒരുമിച്ച് ഒരു സ്പെസിഫിക് ആംഗിളിൽ നമുക്ക് ടിൽറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ടിൽറ്റ് ചെയ്ത് നമുക്ക് എത്ര ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് റോട്ടറിലോട്ട് എത്തണം എന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ടിൽറ്റ് ചെയ്യപ്പോൾ തമ്മിലുള്ള ആംഗിൾസ് ചേഞ്ച് ചെയ്യും. ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഫ്ലാറ്റാക്കി വെച്ച് ഫുള്ളി ബ്ലോക്ക് ചെയ്ത് വയ്ക്കാനൊക്കെ സാധിക്കും. അതായത് വെള്ളം ഈ കേസിങ്ങിൽ നിന്ന് റോട്ടറിലോട്ട് എത്താൻ പറ്റാത്ത രീതിയിൽ ഫുള്ളി ബ്ലോക്ക് ചെയ്ത് വയ്ക്കാനൊക്കെ ഈ ഗൈഡ് വെയിൻസ് ഉപയോഗിച്ച് സാധിക്കും. അതുപോലെ തന്നെ ചെറുതായിട്ട് ഇങ്ങനെ ടിൽറ്റ് ചെയ്ത് കൊടുത്താൽ ചെറിയൊരു ഗ്യാപ്പായിരിക്കും ഈ ഗൈഡ് വെയിൻസ് ഉണ്ടാകുന്നത്. ആ ചെറിയ ഗ്യാപ്പിലൂടെ ആയിരിക്കും വാട്ടർ ഈ റോട്ടറിലെത്തുന്നത്. അങ്ങനെ ആ ഗ്യാപ്പ് നമുക്ക് വേണമെങ്കിൽ ഇതിനെ ടിൽറ്റ് ചെയ്ത് ഇൻക്രീസ് ചെയ്യാനൊക്കെ സാധിക്കും. അങ്ങനെ ഗ്യാപ്പൊക്കെ ഇൻക്രീസ് ചെയ്ത് ഇതിൻ്റെ ക്വാണ്ടിറ്റി ഓഫ് ഫ്ലോ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഈ കേസിങ്ങിൽ നിന്ന് റോട്ടറിലോട്ട് എത്ര ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ എത്തണം എന്നൊക്കെ ഈ ഗൈഡ് വെയിൻസിനെ നമുക്ക് ടിൽറ്റ് ചെയ്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അത് ഒരു ഫംഗ്ഷൻ. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്തെന്ന് പറയുന്നത്, ഈ സ്പൈറൽ കേസിങ്ങിലൂടെ ഹൈ പ്രഷർ വാട്ടർ ഇതിൻ്റെ അകത്തൂടെ എയർ ഫേസിങ്ങിലൂടെ ചുറ്റുമ്പോഴേക്കും അത് ഹൈ വെലോസിറ്റി ആയിട്ട് മാറും. പക്ഷേ അത് ചെറിയൊരു വെലോസിറ്റി ചേഞ്ച് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. ഹൈ പ്രഷർ എന്നുള്ളത് കുറച്ച് ഒരു വെലോസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയുള്ളൂ. വളരെ ഹൈ വെലോസിറ്റി ആവത്തില്ല, ചെറിയൊരു വെലോസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയുള്ളൂ. അതേസമയം ഈ ഗൈഡ് വെയിൻസിൻ്റെ ആംഗിൾ നമുക്ക് കൺട്രോൾ ചെയ്ത്, ടിൽറ്റ് ചെയ്യുന്ന ആംഗിൾ കൺട്രോൾ ചെയ്ത് അതിൻ്റെ അകത്തൂടെ കയറി ഇറങ്ങുമ്പോൾ വളരെ ഹൈ വെലോസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതായത് ഒരു നോസിലിൻ്റെ ഫംഗ്ഷനും കൂടി ഈ ഗൈഡ് വെയിൻസ് ഉപയോഗിച്ച് പറ്റുന്നുണ്ട്. നോസിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോണിക്കൽ സർഫസ് ക്രോസ് സെക്ഷണൽ ഏരിയ കുറച്ച് വന്ന് പ്രഷർ എനർജിയെ വെലോസിറ്റി എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതായി നമ്മൾ പെൽറ്റൻ വീലിൽ നോസിലിൻ്റെ എന്ന സംഭവം കണ്ടത്. അതുപോലത്തെ ഒരു ഫംഗ്ഷനാണ് ഇവിടെ. ആ നോസിലിൻ്റെ ഫംഗ്ഷൻ നമുക്ക് ഈ ഗൈഡ് വെയിൻസ് ഉപയോഗിച്ചും അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഈ ഗൈഡ് വെയിൻസിൻ്റെ ഈ ബ്ലേഡ്സിൻ്റെ ആംഗിൾ നമുക്ക് കൺട്രോൾ ചെയ്തിട്ട് വെലോസിറ്റി, ഈ കേസിങ്ങിൽ നിന്ന് റോട്ടറിലോട്ട് എത്തുന്ന വാട്ടറിൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യാനും കൂടെ ഈ ഗൈഡ് വെയിൻസ് ഉപയോഗിച്ച് സാധിക്കും. ആ ഗൈഡ് വെയിൻസിന് ആക്ച്വലി 2 ഫംഗ്ഷനാണുള്ളത്. ഒന്ന്, ക്വാണ്ടിറ്റി ഓഫ് ഫ്ലോ കൺട്രോൾ ചെയ്യാം. കേസിങ്ങിൽ നിന്ന് റോട്ടറിലോട്ട് ഫ്ലോ ചെയ്യുന്ന വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി കൺട്രോൾ ചെയ്യുക. ഒന്നീ ഫുള്ളി സ്റ്റോപ്പ് ചെയ്യാനും നോക്കും, അല്ലെങ്കിൽ പാർഷ്യലി അതിനെ കൺട്രോൾ ചെയ്യാനും പറ്റും. അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് ഫ്ലോ കൺട്രോൾ ചെയ്യാൻ ഗൈഡ് വെയിൻസ് ഉപയോഗിച്ച് പറ്റും. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്തെന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ കേസിങ് വെച്ച് ഈ സ്പൈറൽ കേസിങ്ങിലൂടെ ഫ്ലോ ചെയ്യുമ്പോൾ കുറച്ച് വെലോസിറ്റി മാത്രമേ ഇൻക്രീസ് ചെയ്യത്തുള്ളൂ. വളരെ ഹൈ വെലോസിറ്റി റോട്ടറിലോട്ട് എത്തേണ്ട വാട്ടർ എന്ന് പറഞ്ഞാൽ വളരെ ഹൈ വെലോസിറ്റിയിൽ വേണം ഈ റോട്ടറിലോട്ട് വാട്ടർ എത്താൻ. അങ്ങനെ ഹൈ വെലോസിറ്റി അച്ചീവ് ചെയ്യുന്നത് ഈ ഗൈഡ് വെയിൻസിനെ കൺട്രോൾ ചെയ്താണ്. ഈ ഗൈഡ് വെയിൻസ് ഒരു സ്പെസിഫിക് ആംഗിളിൽ തിരിച്ചു വയ്ക്കുമ്പോഴേക്കും ഈ കേസിങ്ങിൽ നിന്ന് സ്പൈറൽ കേസിങ്ങിൽ നിന്ന് റോട്ടറിലോട്ട് ഫ്ലോ ചെയ്യുന്ന വാട്ടറിൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും. അങ്ങനെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്ത് ഹൈ വെലോസിറ്റിയിലായിരിക്കും ഈ റോട്ടറിലോട്ട് അല്ലെങ്കിൽ റണ്ണറിലോട്ട് വാട്ടർ എത്തിക്കുന്നത്. അങ്ങനെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യാനും ഈ ഗൈഡ് വെയിൻസ് എന്ന് പറയുന്ന അറേഞ്ച്മെൻറ്റ് നമ്മളെ സഹായിക്കും. അപ്പോൾ ഇതാണ് ഫ്രാൻസിസ് ടർബൈൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ആനിമേഷൻ കാണുക. അപ്പോൾ ഈ വഴിയായിരിക്കും വാട്ടർ എൻ്റർ ചെയ്യുന്നത്.
ഈ വഴി വാട്ടർ എൻ്റർ ചെയ്ത് കേസിങ്ങിനെ ചുറ്റി ഗൈഡ് വെയിൻസിൻ്റെ അകത്തൂടെ കയറിയാണ് റോട്ടറിലോട്ട് വെള്ളം എത്തുന്നത്. അങ്ങനെ റോട്ടറിലോട്ട് എത്തി ആ റോട്ടറിൻ്റെ പുറത്തു കൂടെ വെള്ളം ഫ്ലോ ചെയ്യുമ്പോൾ അതിൻ്റെ റിയാക്ഷൻ മൂലം റോട്ടർ റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ റോട്ടർ റൊട്ടേറ്റ് ചെയ്തിട്ട് വെള്ളം പിന്നെ താഴോട്ട് ഡ്രാഫ്റ്റ് ട്യൂബിലൂടെ താഴോട്ട് പൊയ്ക്കോളും. ഒരിക്കൽ കൂടെ കാണുക ആനിമേഷൻ. ഇവിടെ സ്പൈറൽ കേസിംഗ് എന്ന വേർഡാണ് ഉപയോഗിക്കുന്നത്. ഇൻവല്യൂട്ട് കേസിംഗ് അല്ല, സ്പൈറൽ കേസിംഗ്. വെള്ളം അകത്തേക്ക് വന്ന് ഗൈഡ് വെയിൻസിംഗ് കൂടെ. ഇവിടെ ഗൈഡ് വെയിൻസ് നമുക്ക് കാണാനൊക്കത്തില്ല. ഗൈഡ് വെയിൻസിൻ്റെ ക്ലിയർ ആയിട്ടുള്ള പിക്ചർ ഞാൻ തരാം. ഇവിടെ നോക്കുക, ഈ കാണുന്നതാണ് ഗൈഡ് വെയിൻസ്. അതായത് ബ്ലേഡ്സ് ഈ റോട്ടറിന് ചുറ്റും സർക്കുലർ ഷേപ്പിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് ആണ്. ഇത് വാട്ടർ ഫ്ലോ ചെയ്യുമ്പം ഇതും കൂടെ റൊട്ടേറ്റ് ചെയ്യത്തില്ല, അതിൻ്റെ പൊസിഷൻ ഫിക്സ്ഡ് ആണ്. പക്ഷേ അതിനെ നമുക്ക് ടിൽറ്റ് ചെയ്യാൻ ഒക്കും. ഇത് ഓരോ ബ്ലേഡ്സിൻ്റെ ആംഗിൾ നമുക്ക് ടിൽറ്റ് ചെയ്ത് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ചേഞ്ച് ചെയ്ത് ഇവിടെ ഇപ്പോൾ 2 സെറ്റ് ഓഫ് ഗൈഡ് വെയിൻസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് ഒരു സെറ്റ് ഓഫ് വലിയ ഗൈഡ് വെയിൻസ്, ഇത് ചെറിയ സെറ്റ് ഓഫ് ഗൈഡ് വെയിൻസ്. എല്ലാ ടർബൈനിലും ഇങ്ങനെ 2 സെറ്റ് കാണത്തില്ല. മിക്കവാറും ടർബൈൻസ് ഒരു സെറ്റ് ഓഫ് ഗൈഡ് വെയിൻസേ കാണത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബ്ലേഡ്സിൻ്റെ ആംഗിൾ നമുക്ക് ചേഞ്ച് ചെയ്ത് ക്വാണ്ടിറ്റി ഓഫ് ഫ്ലോ, ഈ കേസിങ്ങിൽ നിന്ന് റോട്ടറിലോട്ട് എത്ര ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഫ്ലോ ചെയ്യണം എന്ന് നമുക്ക് ക്വാണ്ടിറ്റി ഓഫ് ഫ്ലോയും കൺട്രോൾ ചെയ്യാം. അതുപോലെ തന്നെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യാനും ഈ ഗൈഡ് വെയിൻസ് ഉപയോഗിച്ച് സാധിക്കും. സത്യം പറഞ്ഞാൽ ഇതിൽ ഈ കേസിങ്ങിലൂടെ, ഈ സ്പൈറൽ കേസിങ്ങിലൂടെ ഫ്ലോ ചെയ്യുമ്പം കുറച്ച് പ്രഷർ മാത്രമേ വെലോസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യത്തുള്ളൂ. വളരെ ഹൈ വെലോസിറ്റി ആയിട്ട് ഈ വാട്ടർ കൺവേർട്ട് ചെയ്യുന്നത് ഈ ഗൈഡ് വെയിൻസിൽ കൂടെ കടന്നു പോകുമ്പോഴാണ്. അപ്പോൾ ഗൈഡ് വെയിൻസ് ഉപയോഗിച്ച് ഹൈ വെലോസിറ്റിയും അച്ചീവ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഹൈ വെലോസിറ്റി വാട്ടർ ആയിരിക്കും ഈ റോട്ടറിലോട്ട് എത്തുന്നതും റോട്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് ആ റിയാക്ഷൻ മൂലം റോട്ടർ റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യും. അതിൻ്റെ ആനിമേഷൻ നോക്കാം. ഇത് മിക്ക ടർബൈനിൽ ഒരു സെറ്റ് ഓഫ് ഗൈഡ് വെയിൻസേ കാണത്തുള്ളൂ. ഈ ആനിമേഷനിൽ 2 സെറ്റ് ഉണ്ടെന്നേ ഉള്ളൂ. ഇത് ഒരു സെറ്റ്, അതിൻ്റെ പുറത്തുള്ള 2ാമത്തെ സെറ്റ്. മിക്കവാറും ഈ 2ാമത്തെ സെറ്റ് മാത്രമേ ടർബൈൻസിൽ ഉണ്ടാവാറുള്ളൂ. വാട്ടർ ഇങ്ങനെ വന്ന് ഈ ഗൈഡ് വെയിൻസിൽ കൂടിയായിരിക്കും റോട്ടറിലോട്ട് എത്തുന്നത്. അപ്പോൾ ഗൈഡ് വെയിൻസ് ഉപയോഗിച്ച് അതിൻ്റെ വെലോസിറ്റി, വാട്ടറിൻ്റെ ഫ്ലോ ചെയ്യുന്ന വാട്ടറിൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ ക്വാണ്ടിറ്റിയും കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ആനിമേഷനും കാണാം. ഇത് വേറെ ഏതോ ലാംഗ്വേജാണ്, അത് നോക്കണ്ട. ഈ പോർഷന് നമുക്ക് പഠിക്കാനില്ല. ഇതെന്ന് പറയുന്നത് റോട്ടറാണ്. ആ റോട്ടറിൻ്റെ മുകളിലാണ് അതിൻ്റെ ചുറ്റുമായിട്ട് ഈ ഗൈഡ് വെയിൻസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഗൈഡ് വെയിൻസ് എന്നുള്ളത്. ഇപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ മൂവ് ചെയ്യത്തില്ല, ഇതവിടെ ഫിക്സ്ഡ് ആണ്. പക്ഷേ ഇതിൻ്റെ പൊസിഷൻ, ആംഗിൾ ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. എല്ലാത്തിൻ്റെയും കൂടെ ആംഗിൾ ഒരുമിച്ച് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ഫുള്ളി നമുക്ക് വേണമെങ്കിൽ ക്ലോസ് ചെയ്ത് വയ്ക്കാം, അല്ലെങ്കിൽ ഓപ്പൺ ചെയ്ത് വയ്ക്കാം. ഓപ്പൺ ചെയ്ത് എത്ര പാർഷ്യലി എത്ര വേണോ ഓപ്പൺ ചെയ്ത് വയ്ക്കാം. അതിനനുസരിച്ച് എത്ര ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഈ റോട്ടറിലോട്ട് എത്തണം എന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാം. അതുപോലെ തന്നെ വെലോസിറ്റിയും കൺട്രോൾ ചെയ്യാം. ഈ വഴിയായിരിക്കും വെള്ളം എൻ്റർ ചെയ്യുന്നത്, ഈ ടർബൈനിലോട്ട് വെള്ളം എൻ്റർ ചെയ്യുന്നത്. ഇത് ഡ്രാഫ്റ്റ് ട്യൂബ് ആയിരിക്കും. ഡ്രാഫ്റ്റ് ട്യൂബിൽ നിന്നാണ് ഡാമിൽ നിന്ന് വെള്ളത്തിന് ഇതിലോട്ട് എത്തിക്കുന്നത്. അപ്പോൾ ഇതിലൂടെ ഈ സ്പൈറൽ കേസിങ്ങിലൂടെ കയറി ഈ ഗൈഡ് വെയിൻസിൻ്റെ അകത്തൂടെ കയറി ഇതിൻ്റെ അകത്തുകൂടെ ആയിരിക്കും പുറത്തു പോകുന്നത്. റൊട്ടേറ്റ് ചെയ്തിട്ട് പുറത്തു പോകും. ഇതെന്ന് പറയുന്നത് ഡ്രാഫ്റ്റ് ട്യൂബാണ് ഈ പോകുന്ന ഔട്ട്ലെറ്റ്. ഇത് സാധാരണ മീഡിയം ഹെഡ് വാട്ടർ അവൈലബിൾ ആയിരിക്കുമ്പോഴാണ് നമ്മൾ ഈ ഫ്രാൻസിസ് ടർബൈൻ യൂസ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, പെൽറ്റൺ വീൽ എന്ന ടർബൈൻ ഹൈ ഹെഡിലാണ് യൂസ് ചെയ്യുന്നത്. വളരെ ഹൈ ഹൈറ്റിൽ വാട്ടർ അവൈലബിൾ ആണ് എങ്കിലാണ് നമ്മൾ പെൽറ്റൺ വീൽ ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ ഫ്രാൻസിസ് ടർബൈൻ ഉപയോഗിക്കുന്നത് മീഡിയം ഹെഡ് കണ്ടീഷൻസിലാണ്. അതായത് മീഡിയം ഹൈറ്റിൽ ഈ വാട്ടർ അവൈലബിൾ ആണെങ്കിലാണ് ഈ ഫ്രാൻസിസ് ടർബൈൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു ഫിഗറാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഫിഗർ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വ്യൂ ആണ്, ടർബൈൻ്റെ ഫ്രണ്ട് വ്യൂ ആണ്. നമ്മുടെ ബെഞ്ചമിൻ്റെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഫിഗറാണ്. ഇതാണ് സ്പൈറൽ കേസിംഗ്. ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ, സെക്ഷൻ ചെയ്ത ഫ്രണ്ട് വ്യൂ ആണ് കാണിച്ചിരിക്കുന്നത്. ഇത് സ്പൈറൽ കേസിംഗ്, ഇത് അവിടെ ഇതിൻ്റെ അകത്തുള്ള ഗൈഡ് വെയിൻസ്. ആ സ്പൈറൽ കേസിങ്ങിലൂടെ കയറി ഗൈഡ് വെയിൻസിലൂടെയാണ് റോട്ടറിലോട്ട് വാട്ടർ എത്തുന്നത്. എന്നിട്ട് ആ റോട്ടറിലുള്ള റിയാക്ഷൻ കാണാൻ റോട്ടറിന് റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചിട്ട് ആ വാട്ടർ ഡ്രാഫ്റ്റ് ട്യൂബ് വഴി പുറത്തോട്ടൊക്കെ പോകും. അപ്പോൾ ഇത് ഫ്രണ്ട് വ്യൂ ആണ് ഈ ഫിഗർ വരയ്ക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് ഈസി ആയിട്ടുള്ള ഫിഗറാണിത്. ഇതല്ല എങ്കിൽ നിങ്ങൾക്ക് ബാലചന്ദ്രൻ സാറിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു ഫിഗർ നിങ്ങൾക്ക് വരയ്ക്കാം. ഇതും ഫ്രാൻസിസ് ടർബൈൻ്റെ ഫിഗർ തന്നെയാണ്. ഇത് പക്ഷേ ടോപ്പ് വ്യൂ ആണ് കാണിച്ചിരിക്കുന്നത്. അതായത് മുകളിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലൂടെ ഈ പോർഷനിലൂടെ ആയിരിക്കും വാട്ടർ എൻ്റർ ചെയ്യുന്നത്. ഇത് സ്പൈറൽ കേസിംഗ് ആണ്. ഇതിലൂടെ വാട്ടർ എൻ്റർ ചെയ്ത് ഇതിൻ്റെ അകത്തോട്ട് കയറും. ഇതെന്ന് പറയുന്നത് ഈ പുറമേ ഉള്ള ആ ഒരു സെറ്റ് ഓഫ് ബ്ലേഡ്സ് എന്ന് പറഞ്ഞാൽ ഗൈഡ് വെയിൻസ് എന്ന് പറയും. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ ഫിക്സ്ഡ് ആണ്. ഇത് റൊട്ടേറ്റ് ചെയ്യത്തില്ല, പക്ഷേ ടിൽറ്റ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ പൊസിഷൻ, ഓരോ ബ്ലേഡ്സിൻ്റെ പൊസിഷൻ ടിൽറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഗൈഡ് വെയിൻസിൽ കൂടെ ഹൈ വെലോസിറ്റിയിലായിരിക്കും റോട്ടർ അല്ലെങ്കിൽ റണ്ണർ എന്ന് പറയുന്ന ആ സെക്ഷനിലോട്ട് വാട്ടർ എത്തുന്നത്. അപ്പോൾ ഈ കാണുന്ന സെറ്റ് ഓഫ് ബ്ലേഡ്സ് എന്ന് പറഞ്ഞാൽ റണ്ണർ ബ്ലേഡ്സ് അല്ലെങ്കിൽ റോട്ടർ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിലൂടെ വെള്ളം കയറിയിട്ട് വാട്ടർ കയറി ഈ റോട്ടറിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കും. എന്നിട്ട് ഇതുവഴിയായിരിക്കും ആ വാട്ടർ പുറത്തേക്ക് പോകുന്നത്. അതിന് ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന് പറയും. ഡ്രാഫ്റ്റ് ട്യൂബ് അല്ലെങ്കിൽ ടെയിൽ റൈസ് എന്നൊക്കെ പറയും. ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന് പറഞ്ഞാൽ ട്യൂബിനെ ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന് പറയും. ഈ ഡ്രാഫ്റ്റ് ട്യൂബ് വന്ന് ഔട്ട്ലെറ്റ് എന്ന് പറയുന്ന ആ പോർഷനെ ടെയിൽ റൈസ് എന്നും പറയും.
ഡ്രാഫ്റ്റ് ട്യൂബിൻ്റെ ഔട്ട്ലെറ്റ് വരുന്ന ആ പോർഷനാണ് ടെയിൽ റേസ് എന്ന് പറയുന്നത്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന് പറഞ്ഞാൽ ഈ പോർഷനായി കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഫ്രാൻസിസ് ടർബൈൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. പെൽട്ടൺ വീലിൻ്റെയും ഫ്രാൻസിസ് ടർബൈൻ്റെയും നോട്ട്സ് ഞാൻ തരാം. ടെക്സ്റ്റിൽ സത്യം പറഞ്ഞാൽ സിമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്, എന്നാലും അതിനേക്കാളും സിമ്പിളായിട്ടുള്ള നോട്ട്സ് ഞാൻ തരാം ഫ്രാൻസിസ് ടർബൈൻ്റെയും പെൽട്ടൺ വീലിൻ്റെയും. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ബാക്കി അടുത്ത വീഡിയോയിൽ നമുക്ക് കപ്ലാൻ ടർബൈൻ്റെ വർക്കിംഗ് നമുക്ക് പഠിക്കാം. അപ്പോൾ ഇത് ഫ്രാൻസിസ് ടർബൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫിഗർ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും, വർക്കിങ്ങും കുറച്ച് കോംപ്ലിക്കേറ്റഡ് തന്നെയാണ്, പക്ഷേ സിമ്പിളായിട്ട് അതിൻ്റെ വർക്കിംഗ് നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ ഇതാണ് ഫ്രാൻസിസ് റിയാക്ഷൻ ടർബൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കി അടുത്ത വീഡിയോയിൽ. താങ്ക് യു.